ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ആൾട്ട് സീസണിലോട്ട് നെക്സ്റ്റ് കടക്കുമ്പോൾ ഏതൊക്കെ കോയിനുകൾ വാങ്ങണം, എങ്ങനത്തെ കോയിനുകളാണ് വാങ്ങേണ്ടത്, അതുപോലെ എന്തുകൊണ്ടാണ് അത് വാങ്ങാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് പല കോയിൻസുകൾ അവോയ്ഡ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ കുറേ ഹിസ്റ്റോറിക്കൽ ഡാറ്റകളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടും കാണണ്ട. അപ്പോൾ എൻ്റേതായിട്ടുള്ള കുറച്ച് നിഗമനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൂഫ് സഹിതം നമ്മുടെ ചാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആൾട്ട് കോയിനുകൾ ഏതൊക്കെ വാങ്ങണം, അത് എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, നല്ല ആൾട്ട് കോയിനുകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഇനിയിപ്പോൾ നല്ലതല്ലെങ്കിൽ പോലും നമ്മൾ തിരഞ്ഞെടുത്തത് എങ്ങനെ നമുക്ക് ലോസ് വരാതെ നമുക്കത് നമ്മുടെ ക്യാപിറ്റലിനെ കുറേയൊക്കെ സേഫ് ആക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പറയേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഈ കഴിഞ്ഞ 2 ആൾട്ട് സീസണുകളും, അതായത് 2017-18 ആൾട്ട് സീസണും അതുപോലെ 2021-22 ഒരു ആൾട്ട് സീസണുകളിലും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ, നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതായത് റഗ് കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ സ്കാം ആയിട്ടുള്ളതും കുറേ രീതിയിലുള്ള ഹാക്കിംഗ് അറ്റംപ്റ്റ് നടക്കുന്ന, അങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ളത് ഒരുപാട് മാർക്കറ്റിൽ പുതിയത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മേടിക്കുന്ന കോയിൻസ് മേടിച്ചതിന് ശേഷം ഒറ്റയടിക്ക് അതിൻ്റെ പ്രൈസ് 0 ആയി പോവുക, അങ്ങനെ റഗ് ചെയ്ത് പോവുക. അതുപോലെ വലിയ എക്സ്ചേഞ്ചുകൾ വരെ റഗ്ഗിങ് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ കഴിഞ്ഞ ഒരു ആൾട്ട് സീസണിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ ആകെ ഒരൊറ്റ കോയിൻ ഉണ്ടായിരുന്നുള്ള ലൂണ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഏകദേശം 7ാം സ്ഥാനത്ത് 8ാം സ്ഥാനത്തൊക്കെ എടുക്കുന്ന ഒരു കോയിനായിരുന്നു ലൂണ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ആൾട്ട് ക്രിപ്റ്റോ മാർക്കറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓർമ്മ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ലൂണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോയിൻ ഒരു സ്കാം അല്ലെങ്കിൽ റഗ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, ഹാക്കിംഗ് അറ്റംപ്റ്റ് പറഞ്ഞാലും അതിന് സപ്ലൈ ഇൻക്രീസ് ചെയ്തിട്ടൊരു സ്കാം നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 2025 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ലയർ എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം, അതുപോലെ തന്നെ OM എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ കാണാം. ഇത് നമ്മുടെ ബൈനാൻസ് പോലത്തെ വലിയ എക്സ്ചേഞ്ചുകളത്തെ കേസാണ് പറയുന്നത്. ഈ ബിറ്റ്കറ്റ്, ബിറ്റ്മാർട്ട്, അതുപോലെ MEXC അങ്ങനത്തെ എക്സ്ചേഞ്ചുകളിലോട്ടൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ദിവസം അല്ലെങ്കിൽ വീക്കിലി ഒരു കോയിനിലെങ്കിലും അവിടെ നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്നതിൻ്റെ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചവറായിട്ടുള്ള ക്രിപ്റ്റോ കറൻസികൾ അവിടെ ലിസ്റ്റ് ആവുന്നുണ്ട്. വളരെ ചെറിയ തുകയ്ക്ക് തന്നെ അഡ്മിൻസിന് അവിടെ, അതായത് ക്രിപ്റ്റോ ക്രിയേറ്റ് ചെയ്ത ഓണറിന് അവിടെ ലിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ബൈനാൻസ് കുറച്ചുകൂടി കാര്യങ്ങൾ ഡിഫിക്കൽട്ടാണ് അവിടെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. എന്നിരുന്നാൽ പോലും ബൈനാൻസിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ക്രിപ്റ്റോ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ സേഫ് ആക്കാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ. നമുക്ക് ഇത്തരം സ്കാമുകളെ മുൻകൂട്ടി കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. നമുക്ക് കൂടി ചെയ്യാവുന്നത് ഡൈവേഴ്സിഫൈ എന്നുള്ളൊരു ടൈം യൂസ് ചെയ്യാൻ എന്നത് മാത്രമാണ്. അതായത് നമ്മുടെ ക്യാപിറ്റലായിട്ടുള്ള എമൗണ്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരൊറ്റ കോയിനിലോ അല്ലെങ്കിൽ ഒരു 4 കോയിനിലോ ഇൻവെസ്റ്റ് ചെയ്യാതെ മാക്സിമം സ്പ്ലിറ്റ് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു $1000 ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ $50 ഈ പറഞ്ഞ പോലെ 20 കോയിൻസ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ $1000 നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 20 കോയിൻസ് മേടിക്കുമ്പോൾ അതിൽ ഒരു കോയിനോ 2 കോയിനോ ഇതുപോലെ സ്കാം നടന്നാൽ പോലും നമ്മുടെ ക്യാപിറ്റലിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഗ്രോത്തിനെ അത് നമുക്ക് എഫക്റ്റ് ചെയ്യില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല കോയിനുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 18 കോയിൻസുകളും നല്ല കോയിൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നമുക്ക് ക്യാപിറ്റലിൻ്റെ ഗെയിൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ചെയ്യണം അല്ലേ. അത് മാത്രമല്ല നമുക്ക് സേഫ്റ്റിയും വേണം. അതായത് നമ്മൾ ഒരൊറ്റ കോയിനിൽ ഇപ്പോൾ സുയിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു സീറ്റസ് എന്നുള്ളൊരു കോയിനിൽ ഒരു സ്കാം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ബൈനാൻസിൽ ഈ അടുത്തുണ്ടായതാണ്. അപ്പോൾ ഈ വർഷം തന്നെ 3ാമത്തെ കോയിനാണ് ഈ നടക്കുന്നത്, ബൈനാൻസ് പോലത്തെ നല്ല എക്സ്ചേഞ്ചിൽ. അപ്പോൾ ഈ സീറ്റസിൽ ഇതുപോലെ ഒരു ഹാക്കിംഗ് അറ്റംപ്റ്റാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലും ഇതുപോലെ റഗ് പോലെ നല്ല രീതിയിലൊരു ഡംപിങ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരൊറ്റ ക്യാപിറ്റൽ അതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ 75% അല്ലെങ്കിൽ 90%, 90% നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരമാണ് ഞാൻ പറയുന്നത് ഡൈവേഴ്സിഫൈ ചെയ്യുക. അതായത് ഈ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്തിടുക. ഒരു 4 കോയിനിലോ 5 കോയിനിലല്ല, മാക്സിമം നിങ്ങൾക്ക് എത്ര സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പക്ഷേ ഒരുപാട് കോയിനുകളാണ് നമ്മൾ കണ്ണും പൊട്ടി വാങ്ങാൻ ചെയ്യരുത്. കാരണം നമ്മൾ വാങ്ങുന്ന കോയിൻസുകൾ നല്ലതായിരിക്കണം. അതാണല്ലോ ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഇത്രയും ഞാനൊരു ഇൻട്രോ പറഞ്ഞത് നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഏത് കോയിൻ വാങ്ങും, എന്തുകൊണ്ട് വാങ്ങണം, അത് ഏത് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ വാങ്ങണം, എപ്പോൾ വാങ്ങണം, അതുപോലെ എന്തുകൊണ്ട് അത് വാങ്ങുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഡോമിനൻസിൻ്റെ ചാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡോമിനൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. 2017-18 ഉണ്ടായിരുന്ന ആ ഒരു ഡൊമിനൻസ് ക്രാഷ്. അതായത് ഡൊമിനൻസ് ക്രാഷ് ആകുമ്പോൾ നമുക്കറിയാം ആൾട്ട് മാർക്കറ്റ് അപ്പാവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഡൊമിനൻസ് 2017 സംഭവിച്ചപ്പോൾ ഏതൊക്കെ ക്രിപ്റ്റോ കറൻസികളാണ് നല്ല രീതിയിൽ കയറി വന്നത് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതീറിയം നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. അതുപോലെ ആ സീസണിൽ, അതായത് 2017-18 ക്രിപ്റ്റോയിലുള്ള ഒരാളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ADA എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ നല്ല പോപ്പുലർ ആയിരുന്നു, കരടാണെന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരം ഈ ഒരു കോയിൻ. അപ്പോൾ ഈ ഒരു കോയിനും അതുപോലെ ഇതീറിയം അന്നത്തെ ഫേമസ് ആയിട്ടുള്ള കോയിനുകളാണ് പറയുന്നത്. അത് മാത്രമല്ല 2017-18 അങ്ങനെ അധികം ക്രിപ്റ്റോ ആൾട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ ഈ പറഞ്ഞ പോലെ കോയിനുകളുടെ എണ്ണം കുറവായതുകൊണ്ട് അതിലോട്ട് വലിയൊരു ക്യാപിറ്റൽ വരുമ്പോൾ പോലും നല്ല രീതിയിൽ അത് ഗ്രോ ചെയ്തിട്ടുണ്ട്. 2021 ആയപ്പോൾ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ കൂടുതലായിട്ട് മാർക്കറ്റിലോട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളതും പിന്നെ പല ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ, അതുപോലെ ഡോജി കോയിൻ നിങ്ങൾക്കറിയാം ഇലോൺ മസ്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളായിരുന്നു. അതുപോലെ ഒരുപാട് നല്ല നല്ല ആളുകൾ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറേ ക്രിപ്റ്റോ കറൻസികളുണ്ട്. അപ്പോൾ ഈ കോയിനുകളുടെ എണ്ണം കൂടും തോറും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്
അതുപോലെ തന്നെ ക്രിപ്റ്റോയിലോട്ട് പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾ അവർ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ മുമ്പ് അവർ കഴിഞ്ഞ 2017 ഉണ്ടായിരുന്ന സമയത്ത് എന്താ പറയുക വളരെ കുറച്ച് കോയിനുകളാണ് ഫേമസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലോട്ട് കുറച്ച് കോയിൻ ആയതുകൊണ്ട് വലിയ ഫണ്ട് അതിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ അത് ഗ്രോ ചെയ്തു. കാരണം വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ അതിനൊക്കെ. അപ്പോൾ അതിലോട്ട് വലിയ ഫണ്ടുകൾ വരുമ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. എന്നാൽ 2021 നോക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്കറിയാം ഇത്രയും വലിയൊരു ഡംപിങ്ങാണ് 2017 കാണുന്നത്. എന്നാൽ ഇതിനേക്കാളും വളരെ ചെറിയൊരു പകുതി ഡംപിങ് ഉണ്ടായിട്ടുള്ളൂ 2021. അപ്പോൾ 2025 അതിനും ചെറിയൊരു ഡംപിങ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഫണ്ട് വളരെ ചുരുക്കം കോയിനുകളിലോട്ട് വരുന്നുള്ളൂ. മറ്റേ ബിറ്റ് കോയിനിലോട്ട് അല്ലാണ്ട് ഇതീറിയം പോലത്തെ നല്ല നല്ല കോയിനുകളിലോട്ട് വളരെ ചുരുക്കം കോയിനുകൾ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഫേമസ് ആയിട്ടുള്ളത്. എന്നാൽ 2021 ഒരുപാട് നല്ല സൊളാന പോലത്തെ, ഡോജി പോലത്തെ, ഷിബ പോലത്തെ ഒരുപാട് നല്ല കോയിനുകളൊക്കെ വന്നു മാർക്കറ്റിലോട്ട്. അതിലോട്ടൊക്കെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. പക്ഷേ ഒരു കോയിനിലോട്ട് ഒരു ലിമിറ്റഡ് ഫണ്ടേ വരുന്നുള്ളൂ. കാരണം ഒരുപാട് കോയിനുകൾ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഡൈവേഴ്സിഫൈ ആയി പോകുന്നുണ്ട് ഇല്ലേ. എന്നാൽ ഇതിനേക്കാളും 10 ഇരട്ടി കോയിനുകളാണ് 2024-25 ടൈമിൽ വന്നേക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ക്രിപ്റ്റോ കറൻസികളും നമ്മൾ കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഉണ്ടായതുപോലൊരു ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല ഇല്ലേ. അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിക്കാനുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടി കൂടി വരികയാണ്. അതായത് 2017 നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 100 അല്ലെങ്കിൽ ടോപ്പ് 50 കോയിൻസോ മേടിക്കാം. എന്നാൽ 2021 ആകുമ്പോൾ കുറച്ചും കൂടിയും അവിടെ കെയർ ചെയ്യേണ്ടതുണ്ട്. ചുമ്മാ കണ്ണും പൂട്ടി മേടിക്കുന്ന കോയിനുകളല്ല. കാരണം നല്ല പ്രൊജക്റ്റുകൾ തന്നെ മേടിക്കണം എന്നുള്ളൊരു ടേം എല്ലാവരുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു സമയമായിരുന്നു. കാരണം സോളാനൊക്കെ 2021 ആൾട്ട് സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ 120ാം റാങ്കിലാണ് കിടന്നത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ. ഏകദേശം 2021 ലാസ്റ്റ് ആയപ്പോൾ 12ാം റാങ്കിലോട്ട് വന്നു. 120 നിന്ന് 12ാമത്തെ റാങ്കിലോട്ട് വന്നു. അതെന്തുകൊണ്ടാണ്? നല്ല പ്രൊജക്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് എല്ലാവരുടെ മനസ്സിലോട്ട് നല്ല പ്രൊജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല യൂസ് കേസ് യൂട്ടിലിറ്റി ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് മനസ്സിലോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2024-25 ഒരുപാട് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു വലിയൊരു കൺഫ്യൂഷൻ വന്നത് എല്ലാവരും നല്ല കമ്പനികൾ നല്ല യൂസ് കേസ് എന്ന് പറഞ്ഞു. എന്നാൽ 2024 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? മീം കോയിനുകൾ എന്ന് പറഞ്ഞിട്ട് യാതൊരു രീതിയിലുള്ള യൂസ് കേസും യൂട്ടിലിറ്റി ഇല്ലാത്ത ഒരുപാട് കോയിനുകൾ നല്ല രീതിയിൽ 2017-ലും 2021 ഉണ്ടായതിനേക്കാളും വലിയ ബൂമിങ്ങിലാണ് കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കോയിൻ ചൂസ് ചെയ്യും ഇല്ലേ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് കണ്ണും പൂട്ടി മേടിക്കാം. 2021 നല്ല പ്രൊജക്റ്റുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം മനസ്സിലായി. അതായത് മനസ്സിലായി 2017 18-ത്തെ കാര്യങ്ങൾ സ്റ്റഡി വെച്ചിട്ട് നമ്മൾ 2021 പോകുകയാണെന്നുണ്ടെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് കോയിൻസുകൾ ചുമ്മാ മേടിച്ചാൽ മതി. കാരണം 2017 ക്രിപ്റ്റോ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള കോയിൻസുകളെല്ലാം 10,000%, 25,000% കയറിപ്പോയിട്ടുണ്ട്. എന്നാൽ 2021 കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 100 എല്ലാം കയറിപ്പോയോ? ഇല്ല. വളരെ കുറച്ചധികം കോയിൻസ് ഉണ്ട്. പക്ഷേ ഈ ടോപ്പായിട്ടുള്ള 1000 കോയിനുകളിൽ നിന്നാണ് പലതും കയറി വന്നത് ടോപ്പ് 100-ലോട്ട്. ടോപ്പ് 100-ലുള്ള കോയിൻസുകളല്ല ഒരുപാട് കയറി വന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച പുതിയ കാര്യം, ഇവിടെ നമ്മൾ 2017 പഠിച്ച കാര്യം കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 100 കോയിൻസ് മേടിച്ചാൽ മതി. എന്നാൽ 2021 വരുമ്പോൾ ഈ കണ്ടീഷൻ മാച്ച് ആയോ? ഇല്ല. 2021 എന്താ നമ്മൾ പഠിച്ച പുതിയ കാര്യം? നല്ല യൂസ് കേസ്. അതാണ് നമ്മൾ സൊളാനോൻ്റെ കേസ് പറഞ്ഞത്. നല്ല യൂസ് കേസ്, നല്ല ഒരു ട്രെൻഡിങ് അല്ലെങ്കിൽ നല്ലൊരു ഇൻഫ്ലുവൻസറൊക്കെ ഉള്ള ഒരു പ്രൊജക്റ്റുകളാണ് നല്ല രീതിയിൽ കയറി വന്നത്. എന്നാൽ ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് 2025 പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട് ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ നല്ല രീതിയിൽ കയറി വരുന്നുണ്ടെന്ന്. എന്നാൽ യേക്കാളൊക്കെ 10 മടങ്ങ് കൂടുതലാണ് മീം കോയിനുകൾ കയറി വരുന്നത്. എന്നാൽ മീം കോയിനുകൾ വല്ല യൂസ് കേസും ഉണ്ടോ? 2021 കേസ് വെച്ച് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു യൂസ് കേസും ഇല്ല. അപ്പോൾ എല്ലാ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ രീതിയിലുള്ള, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്താ ബുദ്ധിമുട്ട്? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്താ ബുദ്ധിമുട്ട്? ക്രിപ്റ്റോ കറൻസികൾ നല്ലത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊന്നും അതായത് കാശുണ്ടാക്കാൻ പറ്റുന്നില്ല. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതീറിയത്തിലും ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്. എന്നാൽ ഇതീറിയത്തിൻ്റെ ബിറ്റ് കോയിൻ്റെ ചാർട്ട് ഒന്ന് നമുക്ക് എടുത്ത് കാണിച്ചു തരാം. ബിറ്റ് കോയിനിൽ ഈ പറഞ്ഞ പോലെ 2017 ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ 2017 സ്റ്റാർട്ടിങ് ഇവിടെ നമ്മുടെ ബൈനാൻസ് എക്സ്ചേഞ്ച് ലിസ്റ്റായിട്ട് ഈ ഒരു ടൈമിലാട്ടോ. ശരിക്കും പറഞ്ഞാൽ ചാർട്ട് ഇതിന് താഴെ ഉണ്ട്, വേറെ എക്സ്ചേഞ്ച് നോക്കേണ്ടി വരും. അപ്പോൾ 2017 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 400% റിട്ടേൺ കിട്ടുന്നുണ്ട്. 2021 ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 852% ബിറ്റ് കോയിന് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മളിതാ ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ക്രിപ്റ്റോയിൽ ഈ ഒരു ടൈമിൽ 2024 സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 50%, 58% കിട്ടുന്നുള്ളൂ. ഇനി ഇവിടുന്ന് 2025 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കോ എനിക്ക് ഓൾ ടൈം ഹൈയിലോട്ട് കയറുമ്പോൾ പോലും 6%. ഇനി പറഞ്ഞ 200K കയറുകയാണെങ്കിലും 100% റിട്ടേൺ ഉണ്ടായിരിക്കുള്ളൂ. അതായത് 800-400 നമ്മൾ മുമ്പ് പറഞ്ഞ കഥകളൊക്കെ മാറുകയാണ്. നമ്മൾക്ക് ഈ ഒരു
ടൈം വരുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട്, അതായത് ഒരു $500 ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ 4 വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഒരു 100% പ്രോഫിറ്റ് കിട്ടിയാലൊന്നും ഒന്നും ആവില്ല. എന്നാൽ വലിയ ഫണ്ടുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് കുഴപ്പമില്ല. എന്നാൽ നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് വലിയൊരു റിട്ടേൺ കിട്ടി കഴിഞ്ഞാലാണ്, കാരണം നമ്മുടെ ക്യാപിറ്റൽ വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് ആൾട്ട് കോയിനുകളാണ് ആകെ ഒരു രക്ഷ. അപ്പോൾ നമുക്ക് എങ്ങനെ കോയിനുകൾ തിരഞ്ഞെടുക്കണം, അത്തരം കാര്യങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങളിവിടെ പറഞ്ഞപ്പോൾ പോലും ഏകദേശം 11 മിനിറ്റോളം സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോയിനുകൾ ചൂസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പാസ്റ്റിലും നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ ചുമ്മാ ഒരു കോയിനിൽ ഒരിക്കലും മേടിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ നോക്കിയപ്പോൾ കോമൺ ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതല്ല മെയിൻ പോയിന്റ്. കോമൺ ആയിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ഈ 2017-18 നമ്മൾ നോക്കിയപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ടോപ്പ് 50 കോയിൻസും കയറിയിട്ടുണ്ട്. നല്ല രീതിയിൽ 10,000% കയറിപ്പോയിട്ടുണ്ട്. 2021 വന്നപ്പോൾ യൂസ് കേസുകളുള്ളത് മാത്രമേ കയറുള്ളൂ, എന്നാൽ ടോപ്പ് 50 കോയിൻസ് കയറി വന്നില്ല. അതായത് ഇതിലത്തെ 2 കണ്ടീഷൻസ് നമുക്ക്, അതായത് സിമിലർ ആയിട്ടുള്ള ഒരൊറ്റ കണ്ടീഷൻസും കിട്ടിയില്ല. 2024 എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആൾട്ട് സീസൺ വരുമ്പോഴും കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റ് ഒന്നും നമുക്ക് ഇവിടെ കാണുന്നില്ല. എന്നാൽ ഒരു പോയിന്റ് ഉണ്ട്, അതിലോട്ട് ഞാൻ വരാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇത് അറിയാം, നമുക്ക് 2017 സീസണിലുണ്ടായിരുന്ന കോയിനുകളെ പറ്റിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. അതിനുശേഷം 2021 പറയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ പോയിന്റിലോട്ട് കിടക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ അറിയാതെ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിലേക്ക് പോകരുത്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിവ് കിട്ടേണ്ട മെയിൻ കാര്യങ്ങളാണ്, വിട്ടു പോകരുത്. അപ്പോൾ ഞാൻ വേഗം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ 2x ഇട്ടിട്ടെങ്കിലും കാണുക. കാരണം ഇത് അവോയ്ഡ് ചെയ്ത് പോരുന്നതായാലും. അപ്പോൾ നമ്മൾ 2020 കേസാണ് പറയുന്നത്. നമ്മൾ ബൈനാൻസ് എക്സ്ചേഞ്ച് അല്ല, നമ്മൾ ക്രിപ്റ്റോൻ്റെ സൈറ്റാണ് എടുത്തിരിക്കുന്നത്, ഒഫീഷ്യൽ ഡാറ്റയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പഴയ ഡാറ്റ ഇവിടെ കിട്ടുന്നത്. ബൈനാൻസ് ആണെങ്കിൽ 2017 മിഡിൽ മുതലാണ് നമുക്ക് ചാർട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതാ 2017 സീസണിലേക്ക് പോകാം. 2017 സ്റ്റാർട്ടിങ് ഇവിടെയാണ് പ്രൈസ് ഉണ്ടായിരുന്നത്. 2017 സ്റ്റാർട്ടിങ് ഈ ഒരു ലൈനിൻ്റെ ഇവിടെ ചാർട്ടിൻ്റെ ഇവിടെ നിന്ന് ഞാൻ മെഷർ ചെയ്ത് വരാണ്. 3400%. 2017 എൻഡിങ്ങിലോട്ട് പോയാൽ ഇല്ല, 2018 സ്റ്റാർട്ടിങ്ങിലോട്ട് പോകണം ആൾട്ട് സീസണിൻ്റെ. ഓക്കെ, എത്ര ശതമാനം കയറിയേക്കാം? 5300%-ഓളം ഇതീറിയം കയറിയിട്ടുണ്ട്. 2017 കണക്കാണ് പറയുന്നത്. ADA നമുക്കെല്ലാവർക്കും അറിയാം ADA കേസ്. അപ്പോൾ ADA എത്ര ശതമാനം കയറി? ഇതീറിയത്തിൻ്റെ കാര്യം നമ്മൾ എത്ര പറഞ്ഞത്? ഇതീറിയം നമ്മൾ പറഞ്ഞത് 8,000 4,000 അല്ല, ഞാൻ നമ്മൾ മെഷർ ചെയ്ത് തെറ്റിപ്പോയി. തേടുന്നത് 2017 മാർച്ച് 7-ാം തീയതി 2018 ജനുവരി 1st മന്തിലോട്ട് പോകുന്നുണ്ട്. ഏകദേശം 6,000-7,000% കയറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡിപ്പ് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ 7,000-8,000% കിട്ടും. ഓക്കെ, അപ്പോൾ 6,000 നമുക്ക് ആവറേജ് കണക്കെടുക്കാം. 6,000%-ഓളം ഇതീറിയം കയറിയിട്ടുണ്ട്. ADA കണക്കും കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് പോകാം. ഇതൊക്കെ ഞാൻ ഫേമസ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് ഫേമസ് ആയിട്ടുള്ള കോയിനുകൾ ഇതാണ്. വേറെ ഉണ്ട് കുറച്ച്. അപ്പോൾ ഞാൻ അധികം ലാഗാക്കുന്നില്ല. 2017 സ്റ്റാർട്ടിങ്ങിലോട്ട് ഞാൻ എടുക്കുന്ന ADA കേസ് ഞാൻ നോക്കുകയാണ്. ഏകദേശം ഈ പറഞ്ഞ പോലെ 5,500%, 6,000% അന്നത്തെ ആൾട്ട് ക്രിപ്റ്റോ കറൻസികളൊക്കെ കയറുന്നുണ്ട് ഇല്ലേ. എന്നാൽ 2021 വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം അല്ലേ. 2017 നമുക്ക് ഈ പറഞ്ഞ പോലെ 5,000-6,000% കയറുന്നുണ്ട്. ഓക്കെ, അടിപൊളി. എന്നാൽ നമുക്ക് ഇനി ഡൊമിനൻസ് നമുക്ക് 2021 കേസ് ഞാൻ എടുക്കാം. 2021 കോയിനുകൾ, ഫേമസ് ആയിട്ടുള്ള കോയിനുകൾ ബൈനാൻസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതൊക്കെ 2017 മിഡിലായിട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ 2017 അല്ല, ഇനി 2021 കേസാണ് നോക്കാൻ പോകുന്നത്. ആൾട്ട് സീസണിൻ്റെ 2,300%-ഓളം നമ്മുടെ BNB കയറിയിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ മനസ്സിൽ വയ്ക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ കാര്യം എന്താ പറഞ്ഞത്? കഴിഞ്ഞ നമ്മുടെ മാർക്കറ്റിൽ എന്താ പറഞ്ഞത്? 6,000, അതുപോലെ ADA 5,000% കയറിയ, അതായത് ക്രിപ്റ്റോയിലെ ആൾട്ട് കോയിനുകൾ കയറിയ കണക്കാണ് പറയുന്നത്. 2017-18 സമയത്ത് 5,000-6,000 ആവറേജ് കയറുന്നുണ്ട്. എന്നാൽ 2021 വന്നപ്പോൾ കണ്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ആൾട്ട് കോയിനുകൾ ഒരുപാട് വരുന്നുണ്ട് മാർക്കറ്റിലേക്ക്. അതായത് ഒരുപാട് നല്ല നല്ല കോയിനുകൾ വരും. പൊട്ട കോയിൻസിൻ്റെ കഥ നമുക്ക് മാറ്റി വയ്ക്കാം. നല്ല കോയിൻസുകൾ തന്നെ ക്രിപ്റ്റോയിലോട്ട് വരുമ്പോൾ തന്നെ, ഒരുപാട് കോയിൻസ് വരുമ്പോൾ തന്നെ, സാധാരണ എല്ലാ ആൾട്ട് സീസണിലോട്ട് വരുന്ന ഫണ്ട് ഒരുപാട് കോയിനിലോട്ട് സ്പ്ലിറ്റ് ആയി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓരോ കോയിൻസും വളരെ കുറച്ചൊക്കെ കയറുന്നുള്ളൂ. അപ്പോൾ 2025 അതിലധികം ഒരുപാട് കോയിൻസുകൾ, AI നെഗറ്റീവ് ആയിട്ടുള്ള ഡീപ്പിൻ പ്രൊജക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോയിൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇത്രയും കോയിൻസുകൾ വരുമ്പോൾ ഇതിലോട്ടൊക്കെ ഫണ്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്തിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2021 ആൾട്ട് സീസണിൽ ആവറേജ് നല്ല ഏറ്റവും ടോപ്പായിട്ടുള്ള നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 5 വന്നിട്ടുള്ള കോയിൻ്റെ കാര്യമാണ് പറയുന്നത്. 2,300%. ബാക്കിയുള്ള 50, അതായത് ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ 50-ാം റാങ്കും 100-ാം റാങ്കിലൊക്കെ ഉള്ള കോയിൻസ് ഇതിനും കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് സാൻഡിൻ്റെ കേസ് നോക്കി നോക്കാം. സാൻഡ് അന്നത്തെ നമുക്ക് അറിയാം, ഈ മെറ്റാവേഴ്സൊക്കെ ഭയങ്കര പോപ്പുലറായി നിന്നായിരുന്ന ടൈമാണ്. ഇപ്പോൾ 2021 ജനുവരി സ്റ്റാർട്ടിങ് മുതൽ 2021 നവംബർ മുതൽ ഞാൻ നോക്കുമ്പോൾ 8,576%-ഓളം സാൻഡ് എന്ന് പറഞ്ഞ കോയിൻ കയറി ഇല്ലേ. ഇത് ഈ കോയിൻ ഇപ്പോൾ എത്ര റാങ്കിലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് 30-ലോ 40-ലോ കിടക്കുന്നത്.
ടോപ്പ് 30-40 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വളരെ ചെറുതായതുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. അപ്പോൾ അതായത് ഞാൻ പറയുന്ന ഈ പോയിൻ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റിലോട്ട് നമ്മൾ ഈ വീഡിയോയിലോട്ട് പോകുമ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ മാർക്കറ്റ് ക്യാപ്പ് കുറവുള്ളതും റാങ്ക് അത്യാവശ്യമുള്ള കോയിനുകൾ വലിയ ഗ്രോത്തിലോട്ട് പോകുന്നുണ്ട് ഇല്ലേ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈമിലോട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഫാക്ടറുകളാണ്. എന്നാൽ BNB നമുക്കറിയാം ബൈനാൻസിൽ ഉണ്ടായിരുന്ന ഒരു കോയിൻ, ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ കോയിനാണ്. വരുമ്പോൾ തന്നെ നല്ല മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു കോയിൻ ഇല്ലേ. അത്തരം മാർക്കറ്റ് ക്യാപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഇതിൻ്റെ ഗ്രോത്ത് 2300% കയറിയിട്ടുള്ളൂ. എന്നാൽ ഈ മാർക്കറ്റ് ക്യാപ്പ് കുറവുള്ളതും എന്നാൽ നല്ല പ്രൊജക്റ്റുകൾ, അതായത് മെറ്റാവേഴ്സ് പോലത്തെ നല്ല പ്രൊജക്റ്റുകൾ വന്നപ്പോൾ 8576% ഇത് കയറി. നമുക്കറിയാം ഡീസെൻട്രലായിട്ട് ഇതും ഈ മെറ്റാവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റൊക്കെ തന്നെയായിരുന്നു. അത്യാവശ്യം ആ ടൈമിൽ 2021 ആൾട്ട് സീസൺ ഉണ്ടായിരുന്നവരാണെങ്കിൽ അറിയാം നല്ല രീതിയിൽ കയറി വന്നിട്ടുള്ള ഒരു കോയിനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നമുക്ക് 2021 ജനുവരി മാസത്തിലോട്ട് ഞാൻ പോവാണ്. അതുപോലെ 2021 നവംബർ മാസത്തിലോട്ട് പോകുമ്പോൾ എത്രയാണ്, ഇത് ഏകദേശം 4000% കയറിയിട്ടുണ്ട്. സാൻഡ് 8000%. ഇത് മാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ 4000% കയറി. ഇനി നമുക്ക് സൊളാനയിലോട്ട് വരാം. ഓക്കെ, സൊളാന ഡോജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ മെഷർ ചെയ്യാൻ പോവാണ്. ജനുവരി 2021 സൊളാനൻ്റെ കേസാണ് ഡേറ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. സൊളാന 100ാം റാങ്കൊക്കെ ആയിരുന്നു, 120. ഞാൻ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം 100-something റാങ്ക് കിടന്നായിരുന്ന കോയിനായിരുന്നു. അതായത് കുറച്ച് റാങ്ക് പുറകിൽ കിടന്നായിരുന്ന കോയിൻ. അത് മനസ്സിൽ വയ്ക്കാൻ നിങ്ങൾ, മാർക്കറ്റ് ക്യാപ്പ് കുറവുള്ള കോയിൻ അതും മനസ്സിൽ വയ്ക്കാൻ നിങ്ങൾ. മൂന്നാമതായിട്ട് നല്ല പ്രൊജക്റ്റായിരുന്നു, അതും മനസ്സിൽ വയ്ക്കുക. ഇത് മൂന്നും കൂടി ഒരുമിച്ചപ്പോൾ ഈ കോയിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ 11,750% കയറി വന്നത് 2021. ഓക്കെ, 11,000 അത് വളരെ വലുതല്ലേ. ഒന്നുകൂടി മെഷർ ചെയ്ത് ഇവിടെ വെക്കാം, നമുക്ക് ഇടയ്ക്കെടുത്ത് നോക്കേണ്ടതാണ്. 14,000-15,000 കയറിയിട്ടുണ്ട്. ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഡോജിലോട്ട് വരാം. ഡോജി നമുക്ക് 2020 ഈ കോയിനുകളൊന്നും ഈ പറഞ്ഞ ഈ BNB, സാൻഡ്, മാന, സോള് ഇതൊന്നും 2017 ആൾട്ട് സീസണിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു പോയിന്റ് മനസ്സിൽ വെക്കണം കേട്ടോ. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ ആൾട്ട് സീസണിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് കോമൺ ആയിട്ടൊരു ഫാക്ടർ വേണമെന്ന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു. ആ ഒരു ഫാക്ടർ കണ്ടെത്താനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിലോട്ട് വരാം. ഇത് ഏകദേശം 9000%. ജനുവരി മെയ് മാസത്തിലേക്ക്, ജനുവരി 4-ാം തീയതി തുടങ്ങിയിട്ട്, അതായത് മെയ് മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 3-4 മാസത്തെ ഒരു ഗ്യാപ്പിൽ 9000%-ഓളം കയറി വന്നു. ഇതൊരു മീം കോയിനാണ്. ഇലോൺ മസ്കിൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതായത് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആൾ ഇതിലുണ്ട് പുറകിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു നല്ലൊരു പേര് കേട്ട ഒരു ആളുണ്ടായിരുന്നു. എന്നാൽ യൂസ് കേസും യൂട്ടിലിറ്റി ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. ഒരു മീം കോയിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതുമാണ്. ഓക്കെ, 9000% കയറി. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കിതിൽ കോമൺ ആയിട്ട് എന്തൊക്കെയാണെന്ന് നടന്നേക്കണമെന്ന് നമുക്ക് ഇനി പഠിക്കാം. ഇത് പഠിച്ചിട്ട് വേണം നമ്മുടെ മെയിൻ പോയിന്റിലോട്ട് നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിലോട്ട് വരാം. അപ്പോൾ 20 മിനിറ്റോളം നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളോട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ എടുക്കാനുള്ളത്, നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഇതിൽ കോമൺ ആയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കണ്ടേ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് സംഭവിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നും അങ്ങനെ വലിയ പിടി കിട്ടുന്നില്ല. കാരണം ഇതിൽ പല കോയിൻസും കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ 100-നും മീതുള്ള റാങ്ക് ആയിരുന്നു. അത് 100-നും താഴെ, അതായത് ഞാൻ പറയുന്നത് 120, 125, 150 റാങ്ക്, അതായത് 100-നും പിന്നിൽ കിടക്കുന്ന റാങ്കുകളാണ്. 100-ന് ഉള്ളിൽ റാങ്ക് കിടന്നിരുന്ന കോയിനായിരുന്നു സാൻഡ, മാന, BNB. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ കിട്ടുന്നില്ല, അതായത് കോമൺ ആയിട്ട് കിട്ടുന്നില്ല. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇത്ര റാങ്കിലുള്ള കോയിൻ, നമ്പർ ഓഫ് കോയിൻസുകളാണ് നല്ലതെന്ന് ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ വേറെ കാര്യമുണ്ട് കോമൺ ആയിട്ട്. എന്താ, കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഈ കോയിൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു കാര്യം കിട്ടി, അതായത് കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഇല്ലാത്ത കോയിനുകളാണ് ഇത്രയും നല്ലൊരു ശതമാനം കയറി വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം കൂടി നോക്കണം. അതായത് ഇത് കഴിഞ്ഞ ഈ ADIയും ഇതേറിയും കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന കോയിനല്ലേ. അതായത് 5512%-ഓളം 2018 ADA കയറിയിട്ടുണ്ട്. ഇത് മനസ്സിൽ വെക്കട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2017 ആൾട്ട് സീസണിൽ ഉണ്ടായിരുന്ന ADA 5500% കയറിയിട്ടുണ്ട്. ഇത് 2021 ആൾട്ട് സീസണിൽ എത്ര ശതമാനം കയറിയെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഓക്കെ, 2020 വരണം. 5500% നമ്മൾ പറഞ്ഞു. 2021 സ്റ്റാർട്ടിങ്. ഓക്കെ, 21 സ്റ്റാർട്ടിങ് എത്ര കയറിയിട്ടുണ്ട്? 1400 കയറിയിട്ടുള്ളൂ. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ വെക്കുക. അതായത് കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഉണ്ടായിരുന്ന കോയിൻ നെക്സ്റ്റ് ആൾട്ട് സീസണിൽ വന്നപ്പോൾ കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഉണ്ടായിരുന്നതിൻ്റെ 5-1, 4-1 ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ. അതായത് 1400%. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇമ്പോർട്ടൻ്റ് അല്ലേ. അതായത് കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഉണ്ടാവാത്ത കോയിനാണ് നെക്സ്റ്റ് ആൾട്ട് സീസണിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നതെന്നുള്ളൊരു ഒരു കാര്യം ഇവിടെ കൺഫേം ആയില്ലേ. ഇത് ADA പഴയ കോയിനായിരുന്നു 2017. 2021 വന്നപ്പോൾ 2017 ഉണ്ടായിരുന്ന ഗ്രോത്തിൽ 2017 5500% കയറിയിട്ടുണ്ട്. 2021 1400% കയറിയിട്ടുള്ളൂ. നമുക്ക് ഇതീറിയത്തിൻ്റെ കണക്ക് കൂടി നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതീറിയത്തിൻ്റെ നമ്മൾ എത്ര പറഞ്ഞത് 2017 മാർക്കറ്റിൽ ആൾട്ട് സീസണിൽ 5000 കയറിയിട്ടുണ്ട്. 5200% കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 6000% കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കാം 2017. ഓക്കെ, ഇനി നമുക്ക് 2021 വരാം. ഓക്കെ, 21 ആൾട്ട് സീസണിൽ 2020 കിടക്കുന്നത്. 2021 ഇവിടെ. ഓക്കെ, 2020 പഠിക്കാം നമുക്ക്.
2020 വേണമെങ്കിൽ ഇത്ര ടിപ്പ് ഞാൻ പിടിക്കാം 2020 വേണമെങ്കിൽ പിടിക്കാം. കുറവ് തന്നെയാണെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 800% കയറിയത് 2021 അല്ലേ. നമുക്ക് കുറച്ചുകൂടി നോക്കാം. 2021 സ്റ്റാർട്ടിങ് മുതൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഫുൾ മാർക്കറ്റ് നമുക്ക് നോക്കാം. എൻ്റയർലി നമുക്ക് നോക്കാം 2021 അവിടെ. ഓക്കെ, 2021 സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നിൽക്കാം. 500%, അതായത് 5000-6000% കയറിയ കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഉണ്ടായിരുന്ന 2017 ഉണ്ടായിരുന്ന കോയിൻ 2021 വന്നപ്പോൾ 500% ഗ്രോത്ത് ഉണ്ടായുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വേറെയും കിട്ടി. അതായത് ആൾട്ട് സീസൺ മുന്നൊരു ആൾട്ട് സീസൺ ഉണ്ടായിരുന്ന കോയിൻ പിന്നത്തെ ആൾട്ട് സീസൺ വരുമ്പോൾ ആ ആൾട്ട് സീസണിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രോത്ത് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു തെറ്റില്ലേ, നമ്മൾ കുറേ പേര് സൊളാന മേടിച്ച് വയ്ക്കുന്നുണ്ട്, കുറേ പേര് ലൈറ്റ് കോയിൻ മേടിച്ച് വയ്ക്കുന്നുണ്ട്, കുറേ പേര് ആവാക്സ്, ലിങ്ക്, മെറ്റിക്, അങ്ങനെ ഒരുപാട് നല്ല കോയിൻസുകൾ മേടിച്ച് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഇത്രയും ഗ്രോത്ത് കിട്ടിയതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്, ആ ഒരു പണി ചെയ്യുന്നത് അല്ലേ. ആ ഒരു പണി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ആൾട്ട് സീസണിൽ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്രോത്ത് കണ്ടിട്ടാണെന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 5-1 4 കയറുള്ളൂ ഇപ്രാവശ്യം അല്ലേ. അതും മാത്രമല്ല ഒരുപാട് പുതിയ കോയിനുകൾ, നല്ല കോയിനുകൾ മാർക്കറ്റിലോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള കുറേ ആൾട്ടുകളിലോട്ട് ഫണ്ട് അങ്ങോട്ട് സ്പ്ലിറ്റായി പോകുമ്പോൾ ഓരോ ക്രിപ്റ്റോ കറൻസിയും ലിമിറ്റഡാ കയറുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ 2025 എന്താ ചെയ്യേണ്ടത്? 2021-22 സീസണിൽ ഇല്ലാത്ത ക്രിപ്റ്റോ കറൻസികൾ വേണം മേടിക്കാൻ. ഓക്കെ, വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നുണ്ടല്ലേ. നമ്മൾ 2021-22 ഇല്ലാത്ത ക്രിപ്റ്റോ കറൻസികൾ, അതായത് ആ ഒരു കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഇല്ലാത്ത ക്രിപ്റ്റോ കറൻസികൾ വേണം മേടിക്കാൻ. അപ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ഒരിക്കലും ഈ നല്ല കോയിൻസാണ്, XRP മേടിച്ച് വയ്ക്കുന്നവരുണ്ട്, AD മേടിച്ച് വയ്ക്കുന്നവരുണ്ട്, ഇതീറിയം മേടിച്ച് വയ്ക്കുന്നവരുണ്ട്. ഇതൊന്നും മോശം കോയിനൊന്നും ആയിട്ടല്ല. നമ്മൾ ഉദ്ദേശം എന്താണ്? വലിയൊരു ഗ്രോത്ത് കിട്ടണം. എന്നാൽ സേഫ്റ്റി കുറേ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയൊരു ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ഗ്രോത്ത് ഉണ്ടാവുള്ള, സേഫ്റ്റി കുറച്ച് കൂടുതലുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2021 ഈ കോയിനുകളൊക്കെ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഉണ്ടായിട്ടാണോ എല്ലാവരും മേടിച്ചത്? അല്ല, നമ്മൾ പുതിയ കോയിനുകളായതുകൊണ്ട് 2021 ഒരുപാട് കയറി. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പുതിയ കോയിനുകളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു കാര്യം നമുക്ക് സിമിലറായിട്ട് കിട്ടി, കോമൺ ആയിട്ട് കിട്ടി, പുതിയ കോയിൻ മേടിക്കണം. ഇനി വല്ല കോമൺ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി നല്ലതല്ല. ആ ഒരു സംഭവം നമുക്ക് എത്രത്തോളം കോമൺ ആയിട്ടുള്ള റൂളുകൾ കിട്ടണോ അല്ലെങ്കിൽ ഫിൽറ്ററുകൾ കിട്ടണോ അത്തരം ഫിൽറ്ററുകൾ നമുക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആൾട്ട് സീസണിൽ നല്ല കോയിൻസുകൾ ഇൻവെസ്റ്റ് ചെയ്ത് മിണ്ടാതിരുന്നിട്ട് നമുക്ക് ആൾട്ട് സീസണിൻ്റെ പീക്ക് ലെവലെത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിയൊക്കെ ഇതിലെല്ലാത്തിലും വല്ല കോമൺ ആയിട്ടുണ്ടോ പറയും. അതുപോലെ തന്നെ 2017 സീസണിൽ ഇതീറിയത്തിൽ എടിയിലൊക്കെ വല്ല സിമിലർ ആയിട്ടുള്ള വല്ല കോമൺ ആയിട്ടുള്ള വല്ല ഫാക്ടർ ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? AD 2017 സംഭവിച്ചു, ഇതീറിയം ഇതുപോലെ 2017 ഇങ്ങനെ കണ്ടു. ഇത് കാണുമ്പോൾ വല്ല കോമൺ ആയിട്ട് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ട്, കോമൺ ആയിട്ട് ഒരു കാര്യം നടക്കുന്നുണ്ട്. അതായത് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ മെയിൻ പാർട്ടിലോട്ട് നമ്മൾ കിടക്കാം. ഓക്കെ, ഇതിനെല്ലാത്തിനും ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ പോയിന്റ് അല്ലേ. ഇതിനെല്ലാത്തിനും ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ്, കോമൺ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ എവിടെയായിരുന്നു? ഞാൻ സ്ക്രോൾ ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ 2016 ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഇവിടെയില്ലായിരുന്നു. അതുപോലെ തന്നെ 2017 സീസൺ 17ൻ്റെ സ്റ്റാർട്ടിങ് എന്തെങ്കിലുമായിട്ടാണ് സീസൺ സ്റ്റാർട്ട് ചെയ്തത്. 2016 2017 ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഇവിടെയാണ്. അപ്പോൾ ആൾട്ട് സീസൺ തുടങ്ങി എന്ന് നമുക്കൊരു വ്യക്തമായൊരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് കോയിനെ മേടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ കണ്ടീഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഇല്ലാത്ത കോയിൻസ്. അപ്പോൾ കുറേ കോയിൻസ് നമുക്ക് മാറ്റി നിർത്താം. പിന്നെ നമുക്ക് കുറച്ച് കോയിൻസ് ഉണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്കായി, ഇതീറിയത്തിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്കായി 2017 ആൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയ പോലെ ഇങ്ങനെ ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആകുമ്പോൾ വാങ്ങിയ പോലെ ഇനി നമുക്ക് വേറെയിലേക്ക് കിടക്കാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്കായി, ഇവിടെ ബ്രേക്കായി, ഇവിടെ നമ്മൾ മേടിച്ചു. നമ്മൾ നല്ല കറക്റ്റ് പ്രോപ്പർ ടൈമിൽ മേടിക്കുന്നു, എക്സിറ്റ് ചെയ്യുന്നു. ഇതീറിയം അതായത് 2017 കോമൺ ആയിട്ട് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു കാര്യം 2021 നടന്നിട്ടുണ്ടോ നമുക്ക് നോക്കി നോക്കാം. 2021 നടന്നിട്ടില്ലേ, വ്യക്തമായിട്ട് നമുക്ക് പ്രൂഫ് സഹിതപ്പോൾ ലൈവ് കാണുന്നില്ലേ. ഇവിടെ നടന്നിട്ടുണ്ട് 2021 ഇവിടെ ഓൾ ടൈം ഹൈ ബ്രേക്കായില്ലേ. വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കായി ഗ്രോത്ത് കിട്ടി. എത്ര ശതമാനത്തോളം കിട്ടി? 321% ഓൾ ടൈം ഹൈ ബ്രേക്കായി. ഇത് കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഉണ്ടായിരുന്ന കോയിൻ നമ്മൾ വീണ്ടും വാങ്ങിയപ്പോഴാണ് ഉള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഈ ഒരു ആൾട്ട് സീസണിൽ കുറേ പേര് കഴിഞ്ഞ ആൾട്ട് സീസണിലത്തെ നല്ല കോയിൻസുകൾ മേടിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഇപ്പോൾ അത് മേടിച്ച് വയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ആൾട്ട് സീസണിൽ എപ്പോഴാണോ അത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവണം അപ്പോൾ മേടിച്ചാൽ മതി. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താലും ഇതിൻ്റെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. 320% 2021 ഇതിൻ്റെ ഗ്രോത്ത് കിട്ടിയിരിക്കുന്നത്. എന്നാൽ 2017 നമ്മൾ കുറേ കാര്യങ്ങളെന്ന് വെച്ച് നോക്കി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നത് ഇവിടെയാണ് അല്ലേ. ഇവിടെ നമ്മൾ വെച്ച് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര
എത്രയാണ് 4000% മീതെ, മറ്റേത് 300%, ഇവിടെ 4000%. അതായത് ഇതിൻ്റെ തന്നെ സെക്കൻഡ് സൈക്കിൾ വന്നപ്പോൾ 300%, ഫസ്റ്റ് സൈക്കിളിൽ നമുക്ക് 4000 അബോവ് കിട്ടി. അപ്പോൾ അതാണ് പറയുന്നത്, കഴിഞ്ഞ ആൾട്ടർ സീസണിൽ ഇല്ലാത്ത കോയിനും ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്ന കോയിൻസ് മേടിക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ കോയിനും മേടിക്കാൻ പറ്റും, നല്ലൊരു ഗ്രോത്തും കിട്ടും ഇല്ലേ. അപ്പോൾ അത് കിട്ടിയില്ലേ. ഇതീറിയത്തിൻ്റെ കേസ് നമുക്ക് ADR കേസിലോട്ട് വരാം. ADR കേസ് നമുക്ക് നോക്കുമ്പോൾ കാണാം, ഇതാ ഇവിടെ ഒരു ഓൾ ടൈം, ഞാൻ വേഗം കാണിക്കാം. ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നു, 2017 ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയി ഇതാ ഇവിടോട്ട് പോകുന്നു. വലിയൊരു ഗ്രോത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഓൾ ടൈം ഹൈ ബ്രേക്ക് ആകുമ്പോൾ മേടിച്ചാൽ മതി. നിങ്ങൾ പുതിയ കോയിൻ മേടിക്കണമെന്നൊരു യാതൊരു നിർബന്ധമില്ല. ആൾട്ടർ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിൻസുകൾ ഏതാണ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നത് അത് മേടിക്കുക. ഇനി നമുക്ക് മൂന്നാമതൊരു കോമൺ ആയിട്ടൊരു ഫിൽറ്റർ കൂടി വരുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് എത്രയായിരുന്നു നമ്മൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയപ്പോൾ? 2500. ഈ പറഞ്ഞ പോലെ 1000 അല്ല പറയുന്നത്, നമ്മൾ 2500 3500% കയറുന്ന കോയിനുകളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു സെക്കൻഡ് ഒരു കാര്യം പറയുന്നുണ്ട്. ADA ഇനി നമുക്ക് നെക്സ്റ്റ് 2021 ആൾട്ടർ സീസൺ വന്നപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട്, ഇതും ബ്രേക്ക് ആയിട്ടുണ്ട് ഇല്ലേ. ഇതാ ഇവിടെ നല്ല ബ്രേക്ക് ആവണം. ഇവിടെ നമ്മൾ മേടിച്ചിട്ട് നോക്കുമ്പോൾ ഗ്രോത്ത് നോക്കുമ്പോൾ വെറും 120. ഇവിടെ 4000% കയറി കോയിൻ 130% ഓൾ ടൈം ഹൈ. പിന്നത്തെ നെക്സ്റ്റ് ആൾട്ടർ സീസൺ വന്നപ്പോൾ അത് കയറുന്നു. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആൾട്ടർ സീസണിൽ മേടിച്ച നല്ല കോയിൻസുകൾ ഇപ്പോഴത്തെ ആൾട്ടർ സീസണിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആകുമ്പോൾ അത് മേടിച്ചാലോ അല്ലെങ്കിൽ ഇപ്പോൾ മേടിച്ച് വെച്ചാലോ ഇതിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് പുതിയ കോയിനിലോട്ട് വരാം. അതായത് BNB 2021 ഫസ്റ്റത്തെ ആൾട്ടർ സീസൺ കാണുന്ന ഒരു കോയിനാണ്. ഇതിനും കോമൺ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നോക്കിക്കേ. ഉണ്ട്, ഇതിനും കോമൺ ആയിട്ടൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ എവിടെ ഇല്ലായിരുന്നു. 2019 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 2021 ജനുവരി മാസം സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കറിയാം 1-ാം തീയതിയാണ് 2-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്ത ആൾട്ടർ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതാ നോക്കിയാൽ ഏതാ ഡേറ്റ് നോക്കിയാൽ താഴെ ജനുവരി 5 ജനുവരി 3 കണ്ടില്ല. ഓൾ ടൈം ഹൈ ബ്രേക്കായി. നിങ്ങൾക്ക് ഇതാ ഇവിടുന്ന് വാങ്ങിയാൽ മതി. ഇവിടുന്ന് വാങ്ങുമ്പോൾ എന്താ പ്രത്യേകത, നിങ്ങൾ പുതിയ കോയിൻ ചുമ്മാ മേടിച്ച് വയ്ക്കല്ല. ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്യുമ്പോഴാണ് മേടിക്കുന്നത്. 700%. ഇനി എൻ്റെ വരെ പീക്ക് ലെവലിലേക്ക് പോകാം നമുക്ക്. ആൾട്ടർ സീസണിൻ്റെ 1500% കണ്ടില്ല. BNB 1500%. ഇനി സാൻഡയ്ക്കൊക്കെ ഇതുപോലെ തന്നെയാണ്, എല്ലാം സെയിം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതാ ഇതിൻ്റെ ഓൾ ടൈം ഹൈ എവിടെയായിരുന്നു? ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഓൾ ടൈം ഹൈ ഇവിടെ വെച്ചു. ഇതേതാ മാസം, ഡേറ്റ് ഏതാ? 2021 ജനുവരി കണ്ടില്ലേ. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നതെന്ന് വിചാരിക്കുക. ചുമ്മാ പുതിയ കോയിൻസ് അല്ല നമ്മൾ വാങ്ങുന്നത്, ഇവിടുന്ന് വാങ്ങി. അല്ലെങ്കിൽ ഇതിൻ്റെ പീക്ക് ലെവൽ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോകണം. 8000% പ്രോഫിറ്റ് കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് കേട്ടോ മാന. ഇതൊക്കെ ഞാൻ നോക്കി ചുമ്മാ പറയുന്നതല്ല കേട്ടോ നിങ്ങളോട്. ഇതെല്ലാം നിങ്ങൾക്കും സ്റ്റഡി ചെയ്ത് നോക്കാവുന്നതാണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് 2021 ഓക്കെ നവംബർ. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. 2000%. സോൾ ഇതുപോലെ തന്നെയാണ്. ഇതെല്ലാം ഞാൻ അടുത്ത് കാണിക്കുന്നില്ല, ഇനി കാണിച്ചേ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇതാ 4000% ഓൾ ടൈം ഹൈ അവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇതാ ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട്, 2000%. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നതും അതുപോലെ തന്നെ പുതിയ കോയിൻസുകളുമാണ് മേടിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ മൂന്നാമതൊരു ഫിൽറ്ററും കൂടി പറയാണ്ടെന്ന് തോന്നുന്നു, ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഞാൻ അതൊക്കെ കൂടി ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആയിട്ട് നമുക്ക് ചെയ്യാം. പാർട്ട് 2 നമുക്ക് ഇനി നെക്സ്റ്റ് ആൾട്ടർ സീസണിൽ, അതായത് ഈ ഒരു ആൾട്ടർ സീസണിൽ ഏതൊക്കെ കോയിൻ മേടിക്കണം, അതെങ്ങനെ ഫിൽറ്റർ ചെയ്യണം, അതൊക്കെ ഏതൊക്കെ ടൂളുകളുണ്ട് അതിനൊക്കെ ഫ്രീ ആയിട്ട് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കുറച്ച് ടൂളുകളും കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല കോയിൻസുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ മെയിനാണ്. ഇതിൻ്റെ പാർട്ട് 2 ആയിരിക്കും. അത് നിങ്ങൾ ഇത്രയും പറഞ്ഞ് നിർത്തിയിട്ട് ബാക്കി കൂടി പറയരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ലെങ്ത് ആയി, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് അതിൻ്റെ ഒരു ഫ്ലോ ഇല്ലാണ്ട് പോകും. കാരണം കണ്ടിന്യൂസ് നിങ്ങൾ 30 മിനിറ്റിന് മീതെ ഒന്നും വീഡിയോ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് എടുത്തിട്ട് പിന്നീട് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ വിട്ടു. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആയിട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലുണ്ടാവും. പാർട്ട് 2 നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇത് വീഡിയോയുടെ മെയിൻ പോയിന്റ് എന്തൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ കോയിനുകൾ മേടിക്കണം, എന്തുകൊണ്ട് അത് കയറുന്നുണ്ട്, ഏതെല്ലാം കാരണങ്ങളാണ് അതിന് കോമൺ ആയിട്ട് കയറാൻ സാധിച്ചത്, പിന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അതിൻ്റെ റാങ്ക്, അതുപോലെ അത് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അത് നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു, നല്ല ബാക്ക് ചെയ്യുന്ന കമ്പനികളുണ്ടോ, ഇത്തരം കാര്യങ്ങളും പിന്നെ അതിൻ്റെ ചാർട്ട് അനാലിസിസ് ഒക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ആൾട്ടർ സീസണിൽ എങ്ങനെയൊക്കെ മേടിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇത്തരം കോയിനുകൾ മേടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ആൾട്ടർ സീസണിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതും. ഏതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മേടിക്കാൻ പറ്റിയതെന്നും നമുക്ക് നോക്കണം. അത് മാത്രമല്ല ആൾട്ടർ സീസൺ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആണ് ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് ടൈമൊക്കെ ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് എന്തായാലും കാണാൻ കഴിയും. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറി നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്രിപ്റ്റോ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ഗൈസ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് റിസർച്ച് ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിലൊക്കെ ആയിട്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.